നമ്മളൊരു ഇൻ്റർവ്യൂവിന് പുറപ്പെടുന്നു എന്ന് വെക്കുക. ഏത് ജോലി തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും താഴേക്കുള്ള ഒരു ജോലിക്കായാലും നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പ്രസൻറ്റബിളായിട്ട് പോകണം അല്ലേ. നമ്മുടെ ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ആ ലൈഫ് അല്ലയോ. ഒരാൾ ഒരു ട്രാമ്പിൻ്റെ രൂപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും തന്നെ ശ്രദ്ധിക്കില്ല അല്ലേ. അപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായും പോകുന്നതിന് മുമ്പ് തലയുടെ മുടിയൊക്കെ വെട്ടി നന്നായിട്ട് റെഡിയാക്കി ഐബ്രോ എല്ലാം എടുത്ത് ലൈറ്റ് മേക്കപ്പൊക്കെ ചെയ്ത് സെൻസിബിളായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്നത് പോലെ ഡ്രസ്സ് ചെയ്ത് ആഭരണങ്ങളൊക്കെ ഒരുപാട് വാരിയിട്ട് പോകരുത്. പക്ഷേ സിമ്പിളായിരിക്കണം. അതുപോലെ തന്നെ സ്മാർട്ട് ആൻഡ് എലിഗൻ്റായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകണം കേട്ടോ. ഒരു ഇന്ത്യൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പിലാണ് പോകണമെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ അവിടുത്തെ യൂണിഫോമെല്ലാം. അത് നമ്മൾ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടി അവർ ഇഷ്യൂ ചെയ്യുന്ന യൂണിഫോംസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഓൺ ഡ്രസ്സിങ്ങിലല്ലേ പോകുന്നത്. അപ്പോൾ നമ്മളത് വളരെ പ്രസൻറ്റബിളായിട്ടും വളരെ നീറ്റായിട്ടും പോവുക. ഏറ്റവും കൂടിയത് ഇടണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ. 3-4 പേരെങ്കിലും കാണും അല്ലേ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ. പലതരത്തിലുള്ള ക്വസ്റ്റ്യനുകളെല്ലാം അവർ നമ്മളോട് ചോദിച്ചെന്നിരിക്കും. നമ്മളതെല്ലാം സ്ട്രോങ് ആയിട്ടും സത്യസന്ധമായ മറുപടികൾ കൊടുക്കുക, ടെൻഷൻ ആവാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ക്യാരി ചെയ്യുക, സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ. നമ്മുടെ താല്പര്യങ്ങളും അവരെ അറിയിക്കുക, ടൈമിങ് മുതലായവയൊക്കെ അവർ ചോദിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ സത്യസന്ധമായിട്ടൊരു മറുപടി കൊടുക്കുക. നമ്മളെ ഇൻട്രസ്റ്റുകളും ഹോബീസും എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ ഉത്തരം പറഞ്ഞില്ലെങ്കിലും നമ്മൾ എത്ര സ്മാർട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര കോൺഫിഡൻറ്റ് നമ്മളിലുണ്ട്, നമ്മളുടെ അപ്പിയറൻസ്, ഇതൊക്കെ അവർ തീർച്ചയായിട്ടും നോക്കും. നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് മാത്രമല്ല അവർ നോക്കുന്നത്, അവർ പലതരത്തിലും നോക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇൻ്റർവ്യൂവിന് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പോസിറ്റീവ് മാർക്കും അവർ അതിനൊക്കെ ഇടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഷേവ് ചെയ്യാതെയും, ഞാൻ ആൺകുട്ടികളെ കാര്യമാണ് പറയുന്നത്, ഷേവ് ചെയ്യാതെയും വാരി വലിച്ചുള്ള ഡ്രസ്സിങ്ങും സ്മാർട്ടല്ലെങ്കിൽ ഓക്കെ അപ്പോഴും തന്നെ വിചാരിച്ചോളൂ ഓക്കെ നമ്മുടെ ജോലി പോയി, നമുക്ക് ആ ജോലി കിട്ടില്ല. പക്ഷെ നമ്മളുടെ സ്മാർട്ട്നെസ്, നമ്മളുടെ പ്രസൻറ്റബിളായിട്ടുള്ള മാനർ, ഇതെല്ലാം അവർ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ തലമുറ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജോലി കിട്ടുക. ഏത് തന്നെ ആയാലും ശരിയല്ല, നമ്മൾ ഒന്നിൽ പോയി പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കാതിരിക്കുക. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുക. അത് തന്നെ നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഹയർ പോകാം, നല്ല ജോലിയിൽ ഏർപ്പെടാം. എല്ലാവർക്കും ഗുഡ് ലക്ക്. ഓക്കെ, എല്ലാവരും നല്ല പ്രസൻറ്റബിളായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ല ജോലികൾ സമ്പാദിച്ച് നല്ലൊരു ഫാമിലി ലൈഫും നല്ല ഒരു ഫ്യൂച്ചറും കെട്ടിപ്പടുത്തുക. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye and take care. Bye.